ഞാനിപ്പോ ഒരു സ്ഥലം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. നമുക്ക് കുറെ കുട്ടികൾ ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കൊടുന്നിരുന്നുണ്ട്. അപ്പോ അധികമായി കഴിഞ്ഞാൽ ഷുഗറൊക്കെ അടിച്ചു പോകും. പിന്നെ അതുമല്ല, കാര്യമായിട്ട് നമ്മളത് അവിടെ തന്നെ കുട്ടികൾക്ക് കട്ട് ചെയ്ത് കൊടുക്കലാണ്. ചിലതൊക്കെ നമ്മൾ എടുത്തു വെക്കും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ. ചിലപ്പോൾ നമ്മുടെ അധ്യാപകരുണ്ടോ ഇന്നേവരെ വീട്ടിൽ കൊണ്ടുപോകാൻ ആകെ ഒരു കേക്കേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ അധ്യാപകർ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറാണ്. അപ്പോൾ നമ്മളിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ടപ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കേക്ക് മധുരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഇവരെയും പരിഗണിക്കണല്ലോ, ഇവര് നമ്മളെപ്പോഴെപ്പോഴും പരിഗണിക്കുന്നവരാണ്, അപ്പൊ അവരെയും പരിഗണിക്കണല്ലോ എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ അവരെ പരിഗണിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. നമുക്ക് അവരെ കാണാൻ പോവാം. അവർക്ക് കൊടുക്കാൻ ഒരു 2-3-4 കേക്കും ഒക്കെ ആയിട്ട് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ഞാൻ കൊടുക്കുന്നതൊക്കെ എന്റെ മക്കളുടെ സന്തോഷങ്ങളാണ്. അപ്പോ അത് ഞാൻ അവരിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വില കൂടിയ വസ്തുക്കളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. നമ്മളെ കുട്ടികള് നമുക്ക് കൊണ്ടുവരുമ്പോൾ സ്വീറ്റ്സ് കൊണ്ടുവരണം, മധുരം കൊണ്ടുവരണം എന്നുള്ള ഓർഡറൊന്നുമില്ല. കുട്ടികള് രാത്രിയും പകലൊന്നും ഇല്ലാതെ അവർ നൽകിയ ഫീസിന്റെ അപ്പുറം അവർക്ക് അവരുടെ പേരൻസിന് സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ എഫേർട്ട് തന്നെയാണ്. നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മളുടെയൊക്കെ എഫേർട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ വിജയത്തിന്റെ ഒരു പങ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അത് വേണ്ട എന്ന് പറയാനോ അല്ലെങ്കിൽ ആ സ്വീറ്റ്സ് വേണ്ട അങ്ങനെ പറയാറൊന്നുമില്ല. വില കൂടി അതൊന്നും നമുക്ക് തരരുതെന്ന് നമ്മൾ പ്രത്യേകം പറയാറുണ്ട്. അതന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പൊ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കുട്ടികളൊപ്പം തന്നെ ഒരുമിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നല്ല റിസൾട്ടിലേക്കും നല്ലൊരു സംസ്കാരത്തിലേക്കും നല്ലൊരു കുട്ടികളായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡീൽ അക്കാദമി. ആ അക്കാദമിയുടെ പ്രിയപ്പെട്ട എല്ലാമാണ് നമ്മുടെ വിഷ്ണു 12 മണിക്ക് അവിടെ എത്തതുകൊണ്ട് ഒരു 2 വാക്ക് ഈ ഒരു സംവിധാനത്തെ കുറിച്ചിട്ടും ഈ ഒരു നമ്മുടെ സ്നേഹത്തെ കുറിച്ചിട്ടും ഈ ഡേ കെയറിന്റെ തുടക്കത്തെ കുറിച്ചിട്ടും സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രിയപ്പെട്ട വിഷ്ണുവിനെ. എനിക്ക് ഒരു വരുമാനം പടച്ചവനെ അനുഗ്രഹിച്ച എന്നൊരു വരുമാനം ഉണ്ടായ അന്ന് മുതൽ ഇത് നിർത്താൻ തുടങ്ങിയതാണ് നമ്മുടെ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിനെ. ഒരുപാട് വർഷത്തെ ബന്ധമാണ് റഹീസ് ഭായി ആയിട്ടല്ല, ഈ എടത്തനാടുത്തെ ഓരോ പ്രിയപ്പെട്ടവരായിട്ട്. അപ്പോ ഡേ കെയറിൽ നിന്ന് കണ്ട് ഇങ്ങനെ വന്നപ്പോ എനിക്ക് വലിയ സന്തോഷമായി. വീട്ടിലൊക്കെ ഇങ്ങനെ വളരെ മടുത്തു നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്ന് എല്ലാരെയും കാണാനും അവരായിട്ടൊക്കെ സംവദിക്കാൻ നിങ്ങൾക്ക് കഴിയുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അല്ലെ? എവിടെ നമ്മുടെ ഡാൻസറോടെ. അപ്പൊ എല്ലാരും ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ വലിയ സന്തോഷം, അല്ലേ? അപ്പോ എന്തായാലും പെട്ടെന്ന് വന്നപ്പോ എനിക്ക് കുട്ടികള് ഫുൾ എ പ്ലസും നല്ല മാർക്കൊക്കെ കിട്ടുന്ന കുട്ടികൾ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവര് കൊണ്ടുവന്ന സമ്മാനങ്ങളിലെ കുറച്ച് സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരികയാണ്. നിങ്ങളത് സ്വീകരിക്കണം, നിങ്ങളത് കഴിക്കണം. കഴിക്കൂലേ? ഓക്കെ, എല്ലാവരും കഴിട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ